ഹലോ ശ്രീകാന്ത് സാർ, നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിലെ ശ്യാമള ചേച്ചിയാണ്, ശ്യാമള കുത്തൂർ. എഴുതുകയൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ ശ്യാമള കുത്തൂരാണ്. ഞാൻ ഈ 22-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു. ത്രിമധുരം ഗ്രൂപ്പിൽ നാരായണീയം തുടർച്ചയായി പാരായണം ചെയ്യാറുണ്ട്. 2 ദിവസം അവധി പറഞ്ഞാണ് ഞാൻ ഗുരുവായൂർ പോയത്. കാലങ്ങളോളമായി എത്ര വിചാരിച്ചാലും എനിക്ക് ഗുരുവായൂരിൽ എൻ്റെ കണ്ണൻ്റെ അടുത്ത് എത്താൻ പറ്റാറില്ല കേട്ടോ. ഈ ഒരു വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം പോകാൻ പറ്റി. 6 മാസം മുമ്പ് ഒരിക്കൽ പോയിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് പോയത് കേട്ടോ, കുറേ വർഷത്തിനുള്ളിൽ. കൂടെ എൻ്റെ 2 അടുത്ത ബന്ധുക്കളും ഉണ്ടായിരുന്നു. കാസർഗോഡിലെ ചെറുവത്തൂർ എന്ന സ്ഥലത്തു നിന്നും രാവിലെ 8:10 ട്രെയിൻ കയറി. പോകുന്നതിന് മുമ്പ് കുറേ ദിവസം മുമ്പ് എനിക്ക് ഉറക്കമില്ല, ആകെ ഒരു ടെൻഷനായിരുന്നു. അത് മുമ്പും അങ്ങനെ തന്നെയാണ്. എങ്ങനെ കണ്ണനെ കാണും, ആദ്യം എന്താ കൊടുക്കുക? ഞാൻ ചോദിക്കാറുണ്ട്, എന്താ വേണ്ടത് കണ്ണാ, ഞാൻ വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടതെന്ന്. പക്ഷേ പറയില്ലല്ലോ. ഞാൻ തലേ ദിവസം വൈകിട്ട് തന്നെ 2 തുളസിമാല കോർത്ത് വെച്ചിരുന്നു. ആദ്യത്തെ മാല കുറച്ച് ഇറക്കം കുറവ് എന്ന് എനിക്ക് തോന്നിയപ്പോൾ രണ്ടാമതൊരു മാല കൂടി ഞാൻ കോർത്തുട്ടോ. എന്നിട്ടൊരു നല്ല വാഴയില കൊടിയില കൊണ്ടുവന്ന് തുളസി തീർത്ഥം തളിച്ച് അതിൽ പിറ്റേന്ന് രാവിലെ വരെ വെച്ചു. ഇടയ്ക്കിടെ വെള്ളം തളിക്കൂട്ടോ. രാവിലെ എടുത്ത് ബാഗിൽ പുറത്ത് കള്ളിയിൽ മൂടി വെക്കാതെ കൊണ്ടുപോയി. ഞങ്ങൾ ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപ് കുളിച്ച് റെഡിയായി നടയിലെത്തി. എനിക്ക് നന്നായിട്ട് പരിചയമുള്ള എൻ്റെ കൃഷ്ണഭക്തി ഗാനങ്ങളൊക്കെ നാരായണീയം ഗ്രൂപ്പിലും ഗുരുവായൂർ ടെമ്പിൾ ഗ്രൂപ്പിലൊക്കെ നന്നായി ശ്രദ്ധിച്ച് വായിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ക്യൂ ഒന്നും നിൽക്കാതെ അകത്ത് കയറ്റിവിടാനുള്ള എല്ലാ ഏർപ്പാടുകളും, താമസിക്കാനുള്ള സൗകര്യ ഏർപ്പാടൊക്കെ ഒന്നും പേടിക്കേണ്ട എന്ന് എന്നോട് പലവട്ടം പറഞ്ഞിരുന്നേ. ആ ഒരു ധൈര്യത്തിലാണ് ഈ പ്രാവശ്യത്തെ പോക്കും. പക്ഷേ ഞങ്ങൾ അവിടെ എത്തി വിളിച്ചപ്പോൾ അദ്ദേഹം ഗുരുവായൂരിലില്ലായിരുന്നു. എറണാകുളത്ത് പോയി, വണ്ടി ഏതോ ബ്ലോക്കിൽ പെട്ടുപോയി, ലേറ്റ് ആവും എന്നറിയിച്ചു. ഞാൻ വല്ലാതെ വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും എൻ്റെ കൃഷ്ണ എന്ന് വേദനയോടെ ചിന്തിച്ച് കയ്യിലെ ഭദ്രമായി കരുതിയ തുളസിമാലയും എടുത്ത് ഒരു നല്ല ഓടക്കുഴലും വാങ്ങി. തുളസിമാല ഒട്ടും വാടിയിരുന്നില്ല കേട്ടോ, ഫ്രഷായിട്ട് തന്നെ ഉണ്ടായിരുന്നു. വേഗം നടയിലേക്ക് പാഞ്ഞു. നല്ല തിരക്ക്, മൊത്തം സ്വാമിമാരുടെ ബഹളം, തിക്കും തിരക്കും. ഞങ്ങൾ കൊടിമരത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. ക്യൂ ആണെങ്കിൽ അറ്റമില്ലാത്ത നീണ്ട ക്യൂ. എങ്ങനെ കയറും കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷയേകണേ, ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു കേട്ടോ. അപ്പോൾ കൊടിമരത്തിൻ്റെ തൊട്ടപ്പുറത്ത് ഒരാൾ ഞങ്ങളോട്, 3 പേര് വേഗം പോന്നോളൂ, എൻ്റെ കൂടെ 4 പേരുണ്ട്, 7 പേരെ എനിക്ക് കയറ്റാം. ഏതോ ഒരു VIP ആയിരുന്നു കേട്ടോ, ഒരു അധ്യാപകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്താ കയ്യിലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തുളസിമാല, ഓടക്കുഴലുണ്ടല്ലോ എന്ന് അമ്മ സന്തോഷത്തോടെ പറഞ്ഞു. ഈ മാല കണ്ണന് വേഗം വേണമെന്ന് തോന്നുന്നു, അതാവും അവരെ കൊണ്ട് ഞങ്ങളെ വിളിപ്പിക്കാൻ തോന്നിച്ചതെന്ന് ആ അമ്മയും മകനും പറഞ്ഞു. ഞാൻ കരയാൻ തുടങ്ങിയിട്ടോ. ഞാൻ വേഗം തിരുനടയിലെത്തി. ആരും മാറ് എന്ന് പറഞ്ഞ് തള്ളിയിടാനുമില്ല. നന്നായി കണ്ടു, കണ്ണിറയെ തുളസിഹാരം അവിടെ നിറഞ്ഞ മനസ്സോടെ സമർപ്പിച്ചു. ആ മാഷ് താമരക്കണ്ണനെ കാട്ടിത്തന്നു, എല്ലാ കാര്യങ്ങളും നന്നായി പറഞ്ഞു തന്നു. എന്നിട്ട് അവർ പോയി. എങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ദർശനം പുണ്യകരമായിട്ടോ. വൈകിട്ട് 7:30 അവിടുന്ന് ഭക്ഷണവും തന്നു. എൻ്റെ ആഹ്ലാദം ഒന്നുകൂടി വർദ്ധിച്ചു. 2 ദിവസം അവിടെ തന്നെ ചുറ്റിപ്പറ്റി കൂടണം, കണ്ണനെ ചുറ്റിപ്പറ്റി എന്ന് നേരത്തെ കരുതി വെച്ചാണ് പോയതും. അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു നല്ല മുറി കിട്ടിയിരുന്നു. രാത്രി കിടന്നിട്ട് ഉറക്കമില്ല. കൂടെയുള്ളവർ ഉറങ്ങി, ഞാൻ ഉറങ്ങാതെ പുലർച്ചെ 1:30 എണീറ്റ് കുളിച്ച് ഫ്രഷായി. എന്നിട്ട് കൂടെയുള്ളവരെ വിളിച്ച് നിർമാല്യം തൊഴണമെന്ന ചിന്തയാലെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് ഓടിട്ടോ. പക്ഷേ ഒരു രക്ഷയുമില്ല. അയ്യപ്പന്മാരുടെ വലിയ തിരക്ക് തന്നെ. സ്വാമിമാരെയാണ് കടത്തിവിടുന്നതും. 2 മുതൽ 7 മണി വരെ ഞങ്ങൾ വരിയിൽ തന്നെ. പിന്നീടുള്ള ഉഷപൂജാ ദർശനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇന്നലത്തെ അലങ്കാരം നാരായണസ്വാമി ആയിരുന്നല്ലോ. കൊടിമരച്ചോട്ടിൽ നിന്നും കണ്ടുട്ടോ. സന്ധ്യയ്ക്ക് ദീപാരാധന വലിയ തിരക്കില്ലാതെ കാണാനും കഴിഞ്ഞു. ഇടയ്ക്ക് ഭക്ഷണവും തന്നുട്ടോ കണ്ണൻ. അങ്ങനെ 2 ദിവസത്തെ ദർശന സായുജ്യത്താലെ മടങ്ങി. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. കുറച്ച് നീണ്ടുപോയില്ലേ ശ്രീകാന്ത് സാർ, ഒന്ന് വേഗം വായിക്കണേ. ശ്യാമള ചേച്ചിയുടെ മനോഹരമായ അനുഭവം, അതിൽ ആ തുളസിയിലയുടെ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, വാടാതിരിക്കുന്ന ആ തുളസിയുടെ ഫ്രഷ്നെസ് നമ്മുടെ ഈ അനുഭവത്തിൽ മുഴുനീളമുണ്ട് എന്നുള്ളതാണ്. തുളസിയിലായിട്ട് ഓടുന്നതും അവസാനം അവർ ആ കണ്ണന് ഇഷ്ടപ്പെട്ടതായിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഉള്ളോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും ഒക്കെ എന്തൊരു സുഖമായിരുന്നു അല്ലേ. ഈ ദിവസം അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചേച്ചിയുടെ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.